ക്ലാസ്സുകൾ കേൾക്കുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കുകയും ചെയ്യണം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്റർ പ്രിയാമ്പിൾ ആൻഡ് സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ആമുഖമാണ്, അതായത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖവും പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ സവിശേഷതകൾ, ഇത് രണ്ടുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? അറിയത്തില്ല എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ആമുഖം എന്ന പോലെ പറയാം. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണരേഖ തന്നെയാണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രാജ്യത്തിനും അവരവരുടേതായ ഗവൺമെൻറ്റിൻ്റെ ചില ചട്ടങ്ങളും നയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഘടന, ഭരണകൂടത്തിൻ്റെ അധികാരങ്ങൾ, പൗരന്മാരുടെ അവകാശങ്ങൾ, പൗരന്മാരുടെ കടമകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഈ 5ാമത്തെ ചാപ്റ്ററിൽ നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഭരണഘടന, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ആമുഖത്തോട് കൂടിയിട്ടാണ് ഭരണഘടന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ ആമുഖമാണ്. ഭരണഘടനയുടെ ആമുഖത്തോട് കൂടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ലോസ് ആൻഡ് റൂൾസ് വിച്ച് ഡിറ്റർമിൻ ആൻഡ് ഡിസ്ക്രൈബ് ദ ഫോം ഓഫ് ദ ഗവൺമെൻറ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിറ്റിസൺസ് ആൻഡ് ദ ഗവൺമെൻറ് ഈസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? ഒരു ഡോക്യുമെൻ്റ്, അത് ലിഖിതമായ ഒരു ഭരണഘടന, എഴുതി ചേർക്കപ്പെട്ട ഒരു ഭരണഘടനയാണ്. അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്? ഇറ്റ്സ് ഡിസ്ക്രൈബ് ദ ഫോം ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിറ്റിസൺ ആൻഡ് ഗവൺമെൻറ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന് പറയുന്നത്. As such, Constitution is concerned with two main aspects: the relationship between the different levels of government and between the governments and citizens. അപ്പം നമ്മുടെ ഭരണഘടനയിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, രണ്ടാമത്തത് ഗവൺമെൻറ്റും സിറ്റിസൺസും, ഗവൺമെൻറ്റും പൗരന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ, അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറയുന്നത്. അപ്പോൾ ഓരോ ഇന്ത്യൻ പൗരനും അവരവരുടേതായ അവകാശങ്ങളും കടമകളും ഒക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നിർവചിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ബേസിക് ഫണ്ടമെൻ്റൽ ഓഫ് എ സ്റ്റേറ്റ്, ലോ ഓഫ് എ സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ബേസിക് ഫണ്ടമെൻ്റൽ ലോ ഓഫ് എ സ്റ്റേറ്റ്. അതൊരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനപരമായ ഒന്നാണ് അവിടുത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നിയമങ്ങളില്ലാതെ വീട്ടിലിഷ്ടം പോലെ, പുറത്ത് ഇറങ്ങിയാൽ ഇഷ്ടം, അവനവൻ്റെ ഇഷ്ടം പോലെ. അപ്പോൾ പിന്നെ എന്തായിരിക്കും? നമ്മളല്ലാതായി തീരും. കാരണം നിയമങ്ങളും പിന്നെ നമ്മളെ അനുസരിക്കേണ്ട കുറേ ലോകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നിട്ട് വളരുന്നത് അല്ലേ? വീട്ടിൽ ചില നിയമങ്ങളുണ്ടാവും, പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ പാലിക്കേണ്ട നിയമങ്ങളുണ്ടാവും, ഒരു സ്കൂളിൽ, ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ അവിടെ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് നിയമങ്ങൾ, അല്ലാണ്ട് വെറുതെ അവിടെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഓരോ സ്ഥലത്തും ഓരോ സാഹചര്യങ്ങളിലും നമ്മളായിരിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ അതവിടെ കൃത്യമായിട്ട് എഴുതി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഏത് സിറ്റുവേഷനിൽ ഏതൊക്കെയാണോ അവിടെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ അസോസിയേഷൻ്റെ ഒക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, അത് പാലിക്കപ്പെടുകയും ചെയ്യണം. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഓരോ സംഘടനയ്ക്കും കമ്മ്യൂണിറ്റിക്കും ഒക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഒരു രാഷ്ട്രത്തിന് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാക്കിക്കൂടാ? അപ്പം നമ്മുടെ ഒരു രാഷ്ട്രത്തിൽ വളരുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന എന്താണ്? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്? അവിടെ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ഓരോ സിറ്റിസൺസിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? സിറ്റിസണും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ദ അസംബ്ലി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1946. അതായത് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഭരണഘടന ലിഖിതമാക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു അസംബ്ലി ക്രിയേറ്റ് ചെയ്തിരുന്നു. അസംബ്ലി ക്രിയേറ്റ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1946-ലാണ്. അപ്പം 1946-ലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടി ഒരു അസംബ്ലി ഉണ്ടാക്കിയത്. അത് സ്റ്റാർട്ട് ചെയ്തത് 1946-ആണ്. അപ്പോൾ എന്താണ് ഭരണഘടന എന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാലും അക്കോർഡിംഗ് ടു മാക്ഐവർ, രാഷ്ട്രത്തെ ഭരിക്കുക, രാഷ്ട്രത്തിലുപരിയായി ഇച്ഛാശക്തിയെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന നിയമാവലിക്ക് നമുക്ക് ഭരണഘടന എന്ന് പറയാൻ പറ്റും. അപ്പം രാഷ്ട്രത്തെ ഭരിക്കുന്നതിനും അതിലുപരിയായി രാഷ്ട്രത്തെ
പ്രതിനിധീകരിക്കുന്നതിനുമുള്ള നിയമാവലിയെ നമുക്ക് ഭരണഘടന എന്ന് പറയാൻ പറ്റുന്നതാണ്. ഇനി വളരെ മൈന്യൂട്ടായുള്ള അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകത്തക്ക രീതിയിലാണെങ്കിൽ, രാഷ്ട്രത്തിലെ പരമാധികാരത്തെയും അതിൻ്റെ പ്രയോഗത്തെയും വിതരണത്തെയും പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന നിയമങ്ങളെ നമുക്ക് ഭരണഘടന എന്ന് പറയാൻ പറ്റും. അപ്പം ഭരണഘടന എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരം പരമാധികാരം എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെയും അതിൻ്റെ പ്രയോഗത്തെയും വിതരണത്തെയും പ്രത്യക്ഷമായോ പരോക്ഷമായോ, അത് കാണപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ കാണപ്പെടാണ്ടുകൊണ്ടോ നമ്മളെ മറ്റുള്ളവരെ ബാധിക്കുന്ന നിയമങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. The Constituent Assembly following partition of the country in 1947, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടുന്നതിൻ്റെ ആ ഒരു കാലഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ കാലഘട്ടത്തോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് സ്റ്റാർട്ടഡ് ഇൻ 1946 എന്ന് പറയുന്നുണ്ട്. അപ്പം 1947 നമുക്കൊക്കെ അറിയാം 1947 ആഗസ്റ്റ് 15 ജനുവരി 26 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത്. നമ്മൾ റിപ്പബ്ലിക് രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ച് ജനുവരി 26 സ്വാതന്ത്ര്യം കിട്ടിയത് ആഗസ്റ്റ് 15 നമുക്കറിയാം. അപ്പം ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് 299 മെമ്പേഴ്സ് ആസ് ഓൺ 31 ഡിസംബർ 1947. അത് 1947 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 299 ആൾക്കാർ. 31 ഡിസംബർ 1947, അതായത് സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചതിന് ശേഷം 1947 ആഗസ്റ്റ് 15 സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല. സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് 31 ഡിസംബർ ആയപ്പോഴത്തേക്കും 1947 തീരാനായപ്പോഴത്തേക്കും അവിടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭരണഘടന സ്ഥാപിച്ചു. ആ ഭരണഘടനയിൽ ഏകദേശം 299 ആൾക്കാരോളം ഉണ്ടായിരുന്നു. ഓഫ് ദിസ് 229 മെമ്പേഴ്സ് വെയർ elected by the provincial assembly and the rest were nominated by the rulers of the principal. അപ്പോൾ എന്താണ് ഇവരെ എങ്ങനെ 299 ആൾക്കാരെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? അത് അസംബ്ലി ത്രൂ സെലക്ട് ചെയ്തവരാണ്. അല്ലാത്ത കുറച്ച് പേരെന്താണ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും റൂളേഴ്സ് ത്രൂ, ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന റൂളേഴ്സ് ത്രൂ നോമിനേറ്റ് ചെയ്യപ്പെട്ട് വന്നിട്ട് ബാക്കിയുള്ളവരെ ഇലക്ട് ചെയ്തിരിക്കുന്നതാണ്. വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ചെയർഡ് ബൈ ദ President of the Assembly, Dr. Rajendra Prasad was elected as the President of Assembly. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാനായിട്ട് അല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഒരു പർട്ടിക്കുലർ അസംബ്ലിയുടെ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്ത് അപ്പം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപവൽക്കരിക്കാൻ വേണ്ടി ഒരു ചുക്കാൻ പിടിച്ചയാളെന്ന് പറയുന്നത് രാജേന്ദ്ര പ്രസാദാണെന്ന് നമുക്ക് പറയാൻ പറ്റും. Okay. The assembly worked with the help of large number of committees and subcommittees. അതായത് ഒരു കമ്മിറ്റി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ പറഞ്ഞു 299 ആൾക്കാർ ആ അസംബ്ലിയിൽ പ്രസിഡന്റ് മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ദ കമ്മിറ്റീസ് വെയർ ഓഫ് 2 types. കമ്മിറ്റീസ് 2 രീതിയിലായിട്ട് തിരിച്ചിട്ടുണ്ട്. അസംബ്ലി 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ റിലേറ്റിംഗ് ടു മാറ്റർ കൺസേണിങ് വിത്ത് പ്രൊസീജിയേഴ്സ്, രണ്ടാമത്തെ കൺസേണിങ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ്. അപ്പോൾ ആ സമയത്തുള്ള പ്രൊസീജിയേഴ്സും ആ ഒരു ടൈം ബീങ്ങിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസും ഇങ്ങനെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കാം. In addition, there was an advisory committee, primarily advised from outside. The most important committee was drafting committee. Dr. B.R. Ambedkar was the chairman of drafting committee. അപ്പോൾ ആ ടൈമിലുണ്ടായിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ആരാണുണ്ടായിരുന്നത്? ഡോക്ടർ B.R. അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. ദ ടാസ്ക് ഓഫ് ദ കമ്മിറ്റി വാസ് ടു പ്രിപ്പയർ ദ ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ B.R. അംബേദ്കർ ആണ്. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. The Constituent Assembly met for 160 days spread over a period of 2 years, 11 months and 18 days. അതായത് ഒരു ഇന്ത്യൻ ഭരണഘടന പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എത്ര സമയം എടുത്തിരിക്കുന്നത്? 2 വർഷം 11 months and 18 days. ഇത്രയും കാലഘട്ടം എടുത്തിട്ടാണ് അവർ ഇന്ത്യൻ ഭരണഘടന ലിഖിതമായ ഇന്ത്യൻ ഭരണഘടന പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.
The concerns came in the form of the objective resolution moved by Jawaharlal Nehru in the Constituent Assembly on December 17, 1946, which was almost unanimously adopted on January 22, 1947. In the light of these objectives, the Assembly completed its task by November 26, 1949. The Constitution was enforced with effect from January 26, 1950. From the day India became Republic. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഏത് ദിവസമാണ് നമ്മുടെ ലോ എൻഫോഴ്സ് ചെയ്തത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സാക്ട്ലി in the light of these objectives, the Assembly completed its task by November 26, 1949. കാരണം ഒരു കമ്മിറ്റിയെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീനെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലീനെ കമ്മിറ്റീനെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വർക്ക് നവംബർ 26, 1949 ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആക്കി. അത് വിത്ത് കെയിം ഇൻ ടു ഇഫക്റ്റ് ഓൺ January 26, 1950 ആണ്. അപ്പോൾ 1950 January 26, 1950 ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. ഫ്രം ദാറ്റ് ഡേ ഇന്ത്യ ബിക്കം എ റിപ്പബ്ലിക്. കാരണം നമുക്ക് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ 2 വർഷവും 11 മാസവും 18 ദിവസവും സമയമെടുത്ത് ഒരു ഭരണഘടന പ്രിപ്പയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അത് കംപ്ലീറ്റ് ആക്കിയത് November 26, 1949 അത് കംപ്ലീറ്റ് ആക്കി. അത് കെയിം ഇൻ ഇഫക്റ്റ് ഓൺ January 26, 1950 ആണ്. ആ ദിവസം അന്ന് തൊട്ട് നമ്മൾ എന്തായി മാറി? ഇറ്റ്സ് എ റിപ്പബ്ലിക്. നമുക്ക് ഇന്ത്യ ബിക്കേം എ റിപ്പബ്ലിക്. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറി എന്നുള്ളതാണ് സത്യമായ അവസ്ഥ. അപ്പോൾ എക്സാക്ട്ലി 20 years before the first Independence Day was celebrated on January 26, 1930 as decided by the Lahore section of the Congress on December 31, 1929. അപ്പോൾ ഇതിനു മുമ്പ് 20 വർഷങ്ങൾക്ക് മുമ്പ് ജാനുവരി 26, 1930 ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു ആഘോഷമായിട്ട് അവർ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കെയിം ഇൻ ടു ഫോഴ്സ്, അത് എൻഫോഴ്സ് ആയിട്ട് നിയമത്തിൻ്റെ ബലത്തിൽ അത് വന്നത് January 26, 1950 മാത്രമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഭരണഘടനയുടെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നതിന് മുമ്പ് അതിന് മുന്നേ ഒരു പ്രീ ആമ്പിൾ, അതായത് ആമുഖം അത് ഇന്ത്യൻ ഭരണഘടന ഒരു പ്രീ ആമ്പിളിനോട് കൂടിയിട്ടാണ് അത് കമൻസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന ഒരു ആമുഖത്തോട് കൂടിയിട്ടാണ് ഭരണഘടനയുടെ ഭാഗം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രീആമ്പിൾ ഇവിടെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറയാൻ പറ്റും. ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ സിറ്റിസൺസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി this 26th day of November 1949 to do hereby adopt, enact and give to ourselves this constitution. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 3-4 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. അതായത് നമ്മുടെ അവകാശങ്ങളാണ് പറഞ്ഞത്, സിറ്റിസൺസിൻ്റെ അവകാശങ്ങളാണ്. ആൻഡ് ടു സെക്യൂർ ടു ഓൾ സിറ്റിസൺസ് എന്ന് പറയുന്നത്. ആൻഡ് സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ. നമ്മൾ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒരു ആമുഖത്തോടു കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഇന്ത്യൻ സിറ്റിസൺസിന് വേണ്ട അവകാശങ്ങളെ കുറിച്ചിട്ട് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രിയാണെന്ന് അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റിസ് ഏതൊക്കെ രീതിയിലാണ്? സൊസൈറ്റി പരമായിട്ട്, സോഷ്യൽ പരമായിട്ട്, ഇക്കണോമിക് പരമായിട്ട്, പൊളിറ്റിക്കൽ പരമായിട്ട് ജസ്റ്റിസ്, ലിബർട്ടി സ്വാതന്ത്ര്യം, ദാറ്റ് ഈസ് സ്വാതന്ത്ര്യം ഫോർ എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈക്വാലിറ്റി, സമത്വം, സ്റ്റാറ്റസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, എല്ലാത്തിനെയും കുറിച്ചിട്ട് വ്യക്തമായ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്കത് ആ ഒരു സെക്ഷനിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു അറിവിലേക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ. ഇതിൽ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവറിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫോർമോസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് എനി ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്. ഇറ്റ് മീൻസ് അബ്സല്യൂട്ട് ഇൻഡിപെൻഡൻസ്. സോവറിനിറ്റി മീൻസ് ഇൻഡിപെൻഡൻസ് ആണ്, അത് സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എ ഗവൺമെൻറ് വിച്ച് ഈസ് നോട്ട് കൺട്രോൾഡ് ബൈ എനി അതർ പവർ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ. എ കൺട്രി കനോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്തൗട്ട് ബീങ് സോവറിൻ. അതായത് ഒരു രാജ്യം സ്വതന്ത്രമാകേണ്ട അതിൻ്റെതായ രീതിയിൽ രാജ്യം മറ്റുള്ള എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്നും ഇൻറ്റേർണൽ ഫോഴ്സിൽ നിന്നും വിടുതൽ നേടി, അതിൽ നിന്ന് മുക്തി നേടി സ്വന്തമായിട്ട് അവർക്ക് അവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഭരണഘടന എഴുതി ചേർക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ മാത്രമാണ് ഒരു രാജ്യത്തെ നമ്മൾ സോവറിൻ എന്ന് പറയുന്നത്. കാരണം എല്ലാത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി എന്നുള്ള രീതിയിൽ അവർക്ക് അവരുടെ തനതായ വ്യക്തിത്വം അവിടെ പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഈസ് എ സോവറിൻ കൺട്രി. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം എക്സ്റ്റേണൽ കൺട്രോൾ. ഇത് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വതന്ത്ര രാജ്യമാണ്. അത് മറ്റുള്ള എക്സ്റ്റേണൽ കൺട്രിയിൽ നിന്ന് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഫോഴ്സിൽ നിന്ന് അത് വിടുതൽ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രത്യേകത. നെക്സ്റ്റ്, സോഷ്യലിസ്റ്റ്. എന്താണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്? ദ വേർഡ് സോഷ്യലിസ്റ്റ് was not in the preamble of the constitution in its original form. In 1976, the 42nd amendment of the constitution incorporated socialist and secular. അപ്പോൾ ഇവിടെ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി പരമായിട്ട്. ദ വേർഡ് സോഷ്യലിസം ഹാഡ് ബീൻ യൂസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്. ഇറ്റ് സിഗ്നിഫൈസ് മേജർ റോൾ ഇൻ ദ ഇക്കണോമി. ഇറ്റ് ഓൾസോ മീൻസ് കമ്മിറ്റ്മെൻറ്റ് ടു അറ്റൈൻ ideals like removal of inequalities, provision of minimum basic necessities to all, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് മുതലാളി തൊഴിലാളി വ്യവസ്ഥിതികൾ മാറ്റി ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അവരുടെ വർക്കിന് തുല്യമായിട്ടുള്ള വേതനം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഓൾസോ മീൻസ് കമ്മിറ്റ്മെൻറ്റ് ടു അറ്റൈൻ ഐഡിയൽസ് ലൈക്ക് റിമൂവൽ ഓഫ് ഇൻഈക്വാലിറ്റീസ്, പ്രൊവിഷൻ ഓഫ് മിനിമം ബേസിക് നെസസിറ്റീസ് ടു ഓൾ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഇതാണ് സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്യുലറിസം എന്ന് പറയുന്ന മതേതരത്വമാണ്. കാരണം ഓരോ പൗരനും ഓരോ ഇന്ത്യൻ പൗരനും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ മതങ്ങളിൽ ചേരുവാനുള്ള അനുവാദമുണ്ട്. അതായത് അവരൊക്കെ എന്താകാനാണ്, ഏത് മതത്തിലാണ് അവർ വിശ്വസിക്കുന്നത്, ഏത് അനുഷ്ഠാനങ്ങൾ ആചരിക്കാനാണ് അവർക്ക് താല്പര്യമുള്ളത്, അവർക്കത് ചെയ്യാൻ പറ്റും. 18 വയസ്സ് പൂർത്തിയായി ഏതൊരു ഇന്ത്യൻ പൗരനും അവനവന് ഇഷ്ടമുള്ള മതത്തിലേക്ക് മാറാൻ അവകാശമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എവരി ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ബിലീവ് ഇൻ ആൻഡ് പ്രാക്ടീസ് എനി റിലീജിയൻ ഹി ഷീ ബിലോങ്സ് ടു. അതായത് ആ വ്യക്തി സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ ആ വ്യക്തി ഏത് റിലീജിയനിൽ ഏത് മതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വിശ്വസിക്കാൻ അവന് ആഗ്രഹമുണ്ടോ അത് അവൻ്റെ സ്വാതന്ത്ര്യത്തെ അത് സെലക്ട് ചെയ്യാൻ അവന് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. സ്റ്റേറ്റ് വിൽ ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ. ഇന്ത്യക്ക് മറ്റൊരു തരത്തിലും അവനെ നീ ഇന്ന മതത്തിൽ ചേർന്നാൽ മതി, ഇന്ന ആചാരങ്ങൾ ചെയ്താൽ മതി എന്ന് നിർബന്ധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണെന്നല്ലേ, ജനാധിപത്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. അത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലേ. ഡെമോക്രസി എന്ന് പറയുന്നത് ഡെമോക്രസി ഈസ് ജനറലി നോൺ ആൻ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഇഫക്റ്റീവ്ലി ദിസ് മീൻസ് ദ ഗവൺമെൻറ് ഈസ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. അതായത് നമ്മൾ ഇപ്പോൾ ഇന്നുള്ള ഓരോ രാഷ്ട്രീയ നേതാക്കളെയും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ ആ ഒരു സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവർ ആർക്ക് വേണ്ടി ജീവിക്കണം? നമ്മളെപ്പോലുള്ള ഓരോ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളെയാണ് നമ്മളിവിടെ ഡെമോക്രസി എന്നതുകൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി. ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? നീതിയാണ്. ലിബർട്ടി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, ഈക്വാലിറ്റി എന്ന് പറയുന്നത് സമത്വമാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ജസ്റ്റിസ് പ്രോമിസസ് ടു ഗിവ് പീപ്പിൾ വാട്ട് ദേ ആർ എൻടൈറ്റിൽഡ് ടു ഇൻ ടേംസ് ഓഫ് ബേസിക് റൈറ്റ്സ് ടു ഫുഡ്, ക്ലോത്തിങ്, ഹൗസിങ്, പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലിവിങ് വിത്ത് ഡിഗ്നിറ്റി ആസ് ഹ്യൂമൻ ബീങ്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മനുഷ്യന് അവന്
എന്തൊക്കെ നീതിയാണോ വേണ്ടത് അതൊക്കെ അവൻ ആ രീതിയിലെല്ലാം മൊത്തത്തിൽ കൊടുക്കുക. കാരണം അവന് ഉണ്ണാനും ഉടുക്കാനും ഭക്ഷിക്കാനും ചിന്തിക്കാനും തീരുമാനം എടുക്കാനും ജീവിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ. അതാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത്. നീതി നിഷേധിക്കപ്പെട്ട ഒരാളുണ്ട്. വിശന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല, 2-3 വർഷമായി കാണുമായിരിക്കുള്ളൂ, പിന്നെ ഭക്ഷണത്തിന് വേണ്ടി ചെറിയൊരു മോഷണം നടത്തിയ വ്യക്തിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ നീതി, നമ്മൾ നിഷേധിക്കപ്പെട്ട നീതികളാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ നീതി നിഷേധിക്കപ്പെട്ട ഒരു ആദിവാസി ബാലൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ, എല്ലാ വ്യക്തികൾക്കും, ഇന്ത്യൻ പൗരൻ, ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ വ്യക്തികൾക്കും നീതിയും പിന്നെ അവകാശങ്ങളുമുണ്ട്. ആ അവകാശങ്ങളെയാണ് നമ്മൾ ചില സമയത്ത് ഹനിക്കപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ലിബർട്ടിയാണ്. ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ്? ദ പ്രിയാമ്പിൾ ഓൾസോ മെൻഷൻസ് അബൌട്ട് ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. കാരണം ആമുഖ പേജിൽ നമ്മൾ കണ്ടിരുന്നു, പിന്നെ ആമുഖ പേജ് നമ്മൾ കണ്ടിട്ടുണ്ട്, എന്താ ലിബർട്ടിയെ ബേസ് ചെയ്തിട്ടല്ലേ ഓരോ വ്യക്തിക്കും വലിയ അവകാശങ്ങളുണ്ടെന്ന് അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ദീസ് ഫ്രീഡംസ് ഹാവ് ബീൻ ഗ്യാരണ്ടീഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. കാരണം നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളുടെ മേലെ, ഇന്ത്യൻ പൗരൻ എന്ന അടിസ്ഥാന അവകാശത്തിൻ്റെ മേലെ ലിബർട്ടിയെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈക്വാലിറ്റിയാണ്. ഈക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? All citizens of India should be treated equally and extended equal protection of law without any discrimination based in caste, creed, birth, religion, sex, etc. കാരണം ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അവൻ്റെ വേർതിരിവുകളൊന്നും ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ വേർതിരിവുകൾ പാടില്ല. ഈക്വാലിറ്റി, സമത്വം, അത് കൃത്യമായിട്ട് വേണം. അത് ഒന്നിൻ്റെയും പേരിൽ വേർതിരിക്കാൻ പാടില്ല. കാസ്റ്റിൻ്റെ പേരിലോ, പിന്നെ റിലീജിയൻ്റെ പേരിലോ, ബർത്തിൻ്റെ പേരിലോ, അല്ലെങ്കിൽ സെക്സിൻ്റെ പേരിലോ, ഇങ്ങനെ ഒരു കാര്യങ്ങളും അവനെ വേർതിരിക്കാൻ പാടില്ല. അവനൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അവനുള്ള എല്ലാ അവകാശങ്ങളും അവിടെ സാധ്യമാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത ഇതിനകത്ത് പറയാനുള്ളത് ഫ്രെറ്റേർണിറ്റി, ഡിഗ്നിറ്റി, യൂണിറ്റിയാണ്. ഫ്രെറ്റേർണിറ്റി, ഡിഗ്നിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹോദര്യം. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റസ്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏകത്വം. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം. നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മൾ മറന്നു പോകുന്ന ഒന്ന് അല്ലേ, പിന്നെ മനുഷ്യത്വം എന്ന് പറയുന്ന ചില അവസരങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനുഷ്യത്വമൊക്കെ മറന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ചില സമയത്ത് സഹോദരൻ എന്ന നിലയിൽ നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച അല്ലെങ്കിൽ മറന്നു പോകുന്നു, മനഃപൂർവ്വം എന്ന രീതിയിലോ മനഃപൂർവ്വം അല്ലാതെയൊക്കെയോ നമ്മൾ മറന്നു പോകുന്നു. അപ്പം ദർ വാസ് എ നീഡ് ഫോർ ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ് എമംഗ് വേരിയസ് റിലീജിയൻസ്, ലിംഗ്വിസ്റ്റിക്, കൾച്ചറൽ ആൻഡ് ഇക്കണോമിക് ഗ്രൂപ്പ്സ്. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് സ്പീഡിൽ പോകുന്നത് ജസ്റ്റിസ്, ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി, ഫ്രെറ്റേർണിറ്റി, ഡിഗ്നിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഈ പോയിന്റുകളെ കുറിച്ചിട്ട് വരുന്ന ചാപ്റ്ററുകളിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇവിടെ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത്, കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുമില്ല. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയണ്ട എന്നോർത്തിട്ട് അടുത്ത ചാപ്റ്റർ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അടങ്ങിയിരിക്കുന്ന ഏതാനും ചില ഘടകങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നീട്ടി ഇന്ന സെക്ഷൻ, ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സേലിയൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ കുറേ സവിശേഷതകൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പം ഈ പാരാഗ്രാഫിൽ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ലെവലിൽ ഈ പാരാഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പാരാഗ്രാഫിൽ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പാരാഗ്രാഫിൽ ഞാൻ ഇന്ന ഭാഗം എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തുന്നില്ല. കാരണം ആ പാരാഗ്രാഫ് കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ആ പാരാഗ്രാഫിൽ പറയുന്നുള്ളൂ. അതുകൊണ്ട് ആ പാരാഗ്രാഫ് കംപ്ലീറ്റ് നിങ്ങളങ്ങ് വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതിൽ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് മെയിൻലി എ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ലിഖിത ഭരണഘടനയാണ്. ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫ്രെയിംഡ് അറ്റ് എ ഗിവൺ ടൈം ആൻഡ് കംസ് ഇൻ ടു ഫോഴ്സ് ഓർ ഈസ് അഡോപ്റ്റഡ് ഓൺ എ ഫിക്സഡ് ഡേറ്റ് ആസ് എ ഡോക്യുമെൻറ്റ്. കാരണം ഇതിനെ എഴുതി തയ്യാറാക്കിപ്പെട്ട ഫ്രെയിം ചെയ്ത് വച്ചിരിക്കുന്ന ഒരു റിട്ടേൺ ഡോക്യുമെൻറ്റ് ഫിക്സഡ് ഡേറ്റിൽ, ഇന്ന ഡേറ്റിൽ ഇന്ന രീതിയിൽ അത് പിന്നെ കെയിം ഇൻ ടു ഫോഴ്സ് ആണ്. അതായത് അത് സത്യത്തിൽ നിലവിൽ വന്നതാണ്. അത് റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ്. നമ്മളതിനെ ഇന്ത്യൻ ഭരണഘടന എന്ന രീതിയിൽ അതിനെ ഫ്രെയിം ചെയ്ത് വച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പേജിൽ പ്രിയാമ്പിൾ, അതായത് ഭരണഘടനയുടെ ആമുഖത്തോട് കൂടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്.
As you have already read that our constitution was framed over a period of 2 years. കാരണം നമ്മുടെ ഭരണഘടന പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഏകദേശം 2 വർഷത്തോളം സമയമെടുത്തു. 2 വർഷം എന്ന് പറഞ്ഞാൽ പോരാ, 2 വർഷവും 11 മാസവും 18 ദിവസവും അത്രയും സമയമെടുത്താണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നിലവിൽ വന്നത്. എന്നാണത് നിലവിൽ വന്നത്? 26 നവംബർ 1949 അത് നിലവിൽ വന്നു. ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു എൻഫോഴ്സ് ഓൺ ജാനുവരി 26, 1950. ജനുവരി 26, 1950 അത് കെയിം ഇൻ ടു എൻഫോഴ്സ് ആയി. കാരണം അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടത് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പം certain conventions have gradually evolved over a period of time which have proved useful in the working of the constitution. The British constitution is an example of unwritten constitution. കാരണം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രിട്ടീഷ് ഭരണഘടനയുണ്ട്, അത് പക്ഷേ അൺറിട്ടൺ, അതായത് അലിഖിത ഭരണഘടനയാണ്. ലിഖിതമല്ല, അലിഖിത ഭരണഘടനയാണ്. നമ്മൾ കുറേയൊക്കെ ഭരണഘടനകൾ എവിടെ നിന്ന് കടമെടുത്തിട്ടുണ്ട്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുറേയൊക്കെ ഭാഗങ്ങൾ കടമായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും നമ്മൾക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഇന്ത്യ സ്വതന്ത്രമായ ഭരണഘടനയില്ലായിരുന്നു, സ്വതന്ത്രമായിട്ട് നമുക്ക് രാഷ്ട്രം ഭരിക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനും ചൂഷണം ചെയ്യാനൊക്കെ വന്ന ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് കുറേയൊക്കെ നമ്മൾ കടമായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നും അവരുടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കുറേ ജീവിത സംസ്കാരങ്ങളും കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ അവരുടെ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. അപ്പം ദ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമ്പിൾ എന്താണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. It is to be noted though that written constitution is mainly an enacted document. There could be bodies or institutions which may not be included in the constitution but form an important part of governance. അതായത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഭരണഘടന എന്ന് പറയുന്നത്. It is very important body for our country's planning and development. കാരണം ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പ്ലാനിങ്ങിനും ഡെവലപ്മെൻറ്റിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ബട്ട് ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ മാർച്ച് 1950 not by an act of parliament nor as a part of the constitution of India. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മാർച്ച് 1950-ലാണ്. It was set up by cabinet resolution. The Indian constitution is the lengthiest in the world. The Indian constitution മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ലോങ്ങസ്റ്റ് അല്ലെങ്കിൽ ലെങ്തിയസ്റ്റ് ഇൻ ദ വേൾഡ്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ലിഖിത ഭരണഘടന എന്ന് പറയുന്ന ഒന്നാണ് നമ്മുടേത്. അപ്പം നമ്മുടെ ഭരണഘടനയുടെ 2-3 പ്രത്യേകതകളൂടെ പറയുന്നത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ലെങ്തിയസ്റ്റ് ആണ്, പിന്നെ ഒരുപാട് സമയമെടുത്തത് 2 വർഷവും 11 മാസവും 18 ദിവസവും സമയമെടുത്തിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. The original constitution had 395 articles and 8 schedules, while the constitution of USA has only 7 articles. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഭരണഘടന എത്ര ആർട്ടിക്കിൾസും എത്ര ഷെഡ്യൂൾസും അടങ്ങിയതാണ്? 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂളുകളും കൂടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള 8 ഷെഡ്യൂളുകളും കൂടി അടങ്ങിയ ഒന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതേസമയം USA എന്ന് പറയുന്നതിനകത്ത് എത്ര ആർട്ടിക്കിൾസേ ഉള്ളൂ? വെറും 7 ആർട്ടിക്കിൾസ് മാത്രമാണ് യുഎസ്എയുടെ ഭരണഘടനയിൽ വന്നിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് റിട്ടേൺ ഭരണഘടനയാണ്, ഏറ്റവും ലെങ്തിയസ്റ്റ് ആണ്, ഒരുപാട് സമയമെടുത്ത് പ്രിപ്പയർ ചെയ്തതാണ്. നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ ആരുടെ നിന്ന് കടമെടുത്തിട്ടുണ്ട്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുറേ കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അലിഖിത ഭരണഘടന എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൽ ഗവൺമെൻറ് എന്താണ്, അല്ലെങ്കിൽ ഭരണഘടന എന്താണ്, ഭരണഘടനയുടെ പ്രവർത്തനങ്ങൾ എന്താണ്, ഭരണഘടനയുടെ ആമുഖം എന്താണ്, പിന്നെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്ററിലുള്ളത്.